ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വെബ് പേജിലേക്ക് ഒരു ഓഡിയോ ഫയൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഡിയോ എന്ന് പറയുന്ന ടാഗാണ്. ഓക്കെ, ഓഡിയോ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓഡിയോ ഫയൽ നമ്മുടെ വെബ് പേജിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓഡിയോ, പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട് ആണ് കൺട്രോൾസ്. ഓഡിയോ ഓപ്പൺ ചെയ്യുക, ദെൻ അത് ക്ലോസ് ചെയ്യുക. ഈ ഓപ്പൺ ടാഗും ഈ ക്ലോസിംഗ് ടാഗും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഒരു ഓഡിയോ എലമെന്റ്. ഓക്കെ, ഇനി ഈ കൺട്രോൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലേ ബട്ടൺ, പോസ്, പിന്നെ വോളിയം കൺട്രോൾസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കൺട്രോൾസ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സോഴ്സ് ആട്രിബ്യൂട്ട് ഉണ്ട്. സോഴ്സ് ആട്രിബ്യൂട്ടിൽ സാധാരണ നമ്മൾ ഇമേജ് ഒക്കെ ഇൻസേർട്ട് ചെയ്തപ്പം ഇമേജിൻ്റെ അകത്ത് IMG ടാഗിൻ്റെ അകത്ത് SRC എന്ന് പറഞ്ഞ് നമ്മൾ ഇമേജ് കിടക്കുന്ന പാത്ത് പറയുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ സോഴ്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടൊരു ടാഗ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, SRC എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് നമ്മുടെ ഓഡിയോ ഫയൽ അതിൻ്റെ പാത്ത് എവിടെയാണോ അത് നമ്മൾ പറയും. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതിൽ നമ്മുടെ HTML ഫയലും നമ്മുടെ ഓഡിയോ ഫയലും ഒരു ലൊക്കേഷനിൽ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഓഡിയോ ഫയലിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. അതല്ല രണ്ടും രണ്ട് ലൊക്കേഷനിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുൾ പാത്തും പറയണം. ഇനി ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ബ്രൗസേഴ്സൊന്നും ഈ ഓഡിയോ എലമെന്റ് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഓഡിയോ എലമെന്റ് സപ്പോർട്ട് ചെയ്യാത്ത ബ്രൗസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓഡിയോ ട്രാക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് പകരം എന്ത് വരും, യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് ദ ഓഡിയോ എലമെന്റ് എന്നുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പം ഇത്രയാണ് ഒരു ഓഡിയോ എലമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഓഡിയോ ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പം ഓഡിയോ എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓഡിയോ ഫയൽ നമ്മുടെ വെബ് പേജിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി കൺട്രോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്കറിയാം പ്ലേ ബട്ടൺ, പോസ് ബട്ടൺ, പിന്നെ വോളിയം കൺട്രോൾസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ടാണ്. സോഴ്സ് പറയുന്നത് നമ്മുടെ ഓഡിയോ ഫയൽ എവിടെയാണ് കിടക്കുന്നത് എന്നാണ് നമ്മുടെ സോഴ്സ് പറയുന്നത്. അതിൻ്റെ അകത്ത് SRC ആട്രിബ്യൂട്ടിനുള്ളിൽ വേണം നമ്മുടെ പാത്ത് പറയാനായിട്ട്. പിന്നെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ബ്രൗസർ ഓഡിയോ എലമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട മെസ്സേജ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാക്കാണ് ഓഡിയോ 1 എന്ന് പറയുന്ന ഈ ട്രാക്കാണ് നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫയലും ഈ ട്രാക്കും സെയിം ലൊക്കേഷനിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ HTML ഡോക്യുമെന്റിൽ നമുക്കറിയാം HTML എന്നുള്ള ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ഹെഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ടാഗിൻ്റെ അകത്ത് ടൈറ്റിൽ ടാഗ് എഴുതിയിട്ടുണ്ട്. ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് HTML ഓഡിയോ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. ഇനി ബോഡി ടാഗിൻ്റെ അകത്ത് ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് H1 എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഹെഡിങ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ അലൈൻമെൻറ്റ് സെൻറ്റർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻസേർട്ടിങ് ഓഡിയോ ഫയൽസ് എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. ദെൻ ഹെഡിങ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. HTML എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇൻസേർട്ടിങ് ഓഡിയോ ഫയൽസ് വെറുതെ ഒരു ഹെഡിങ് മാത്രമുള്ളൊരു പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പേജിലേക്കാണ് നമ്മൾ നമ്മുടെ ഓഡിയോ കൺട്രോൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഓഡിയോ ഫയൽ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫയലും ഈ ട്രാക്ക് 1 എന്നുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഓഡിയോ ഫയൽ. ഇത് രണ്ടും ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ ടൈപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ടൈപ്പ് എന്ന് കൊടുത്തിട്ട് MP3 ഫോർമാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഓഡിയോ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയൽ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാം. ഈ ഹെഡിങ്ങിൻ്റെ താഴെ വേണം നമുക്ക് ഫയൽ ആഡ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ടാഗ് ഓപ്പൺ ചെയ്യാണ്. ഓഡിയോ, ദെൻ കൺട്രോൾസ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്തു. ഓഡിയോ ടാഗ് ഞാൻ ക്ലോസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടന്റ് എഴുതാം. ഓഡിയോ ടാഗിൻ്റെ ഉള്ളിൽ സോഴ്സ് പറയണം. സോഴ്സ് പിന്നെ SRC is equal to
track1.mp3 അതായിരുന്നു നമ്മുടെ ഫയൽ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സോഴ്സ് എന്നുള്ള ടാഗിൻ്റെ അകത്ത് SRCയുടെ ഉള്ളിൽ ഡബിൾ കോട്സിൻ്റെ അകത്ത് നമ്മുടെ ഓഡിയോ ഫയലിൻ്റെ പേര് പറയണം. ഇനി അടുത്തത് എന്താണ്? ഒരു ടെക്സ്റ്റ് ആണ്. അതായത് ബ്രൗസർ ഈ ഓഡിയോ ഫയൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ട ഒരു ടെക്സ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കത് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണ്. ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ സോഴ്സിൻ്റെ അകത്ത് track1.mp3 ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ഡബിൾ കോട്സ് ക്ലോസ് ചെയ്തിട്ടില്ല. നമുക്ക് അതും കൂടി ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. അതായത് ഇത് ആട്രിബ്യൂട്ട് വാല്യൂ ആണ്. വാല്യൂ പറയുമ്പോൾ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ഇനി നമുക്ക് ഫയലൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പം ഇത് നമ്മൾ നേരത്തെ കണ്ട ഔട്ട്പുട്ടാണ്. ഞാൻ ആ പേജ് ഒന്ന് റീലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ഓഡിയോ ഫയൽ വെബ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓഡിയോ ഫയൽസ് നമ്മുടെ വെബ് പേജിലേക്ക് ആഡ് ചെയ്യുന്നത്. താങ്ക് യു.